ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഗ്രഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും വരുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ, അതേപോലെ ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമഗുണിത ശ്രേണികൾ. ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നോക്കാം. ഒരു ശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരു സ്ഥിരസംഖ്യയാണെങ്കിൽ അതൊരു സമാന്തര ശ്രേണി ആയിരിക്കും. എന്താണ് സമാന്തര ശ്രേണി എന്നാണ് ആദ്യം നമ്മളോട് പറയുന്നത്. എന്താണ്? ഒരു ശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങളുടെ വ്യത്യാസം എന്താവണം? തുല്യമാവണം. വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. അതാണ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ഇവിടെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിയാലോ. ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തെ എന്താണ് പറയുന്നത്? പൊതുവ്യത്യാസം. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? വ്യത്യാസം തുല്യമാണെങ്കിൽ അവയെ നമുക്ക് സമാന്തര ശ്രേണികൾ എന്ന് വിളിക്കാം. ഈ വ്യത്യാസത്തെ പറയുന്ന പേരെന്താണ്? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്നാണ്. നമ്മൾ പൊതുവ്യത്യാസത്തെ ഡി എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് പൊതുവെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു കാര്യത്തിന് നമ്മൾ പൊതുവ്യത്യാസം എന്താണെന്നാണ് പഠിച്ചിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. ഇപ്പം 2, 4, 6, 8 ഇത് ഈവൻ നമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് അല്ലേ. ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എത്രയാണെന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പം ഇവിടെ 4 - 2 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് അല്ലേ. അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് വെച്ച് നോക്കണം. ഓക്കെ. 6 - 4 എന്ന് പറയുന്നതോ 2 ആണ്. 8 - 6 എന്ന് പറയുന്നതോ 2 ആണ്. അപ്പോൾ 2ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അതേപോലെ 4ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 6ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 2 തന്നെയാണ്. അതുകൊണ്ട് എന്താണ് ഈ ഒരു ശ്രേണി എന്ന് പറയുന്നത് സമാന്തര ശ്രേണി ആയിരിക്കും. ഇനി വേറൊരു നമ്പർ നോക്കാം. 1, 5, 8, 9 ഇത് ഒരു ശ്രേണിയാണ് അല്ലേ. ഇതൊരു സമാന്തര ശ്രേണിയാണോ? അല്ല അല്ലേ. കാരണം ഈ രണ്ട് സംഖ്യയും അതേപോലെ തന്നെ ഈ രണ്ട് സംഖ്യയും ഈ രണ്ട് സംഖ്യകളും ഈ അടുത്തടുത്ത സംഖ്യകളുടെ വ്യത്യാസം എന്താണ്? വ്യത്യാസപ്പെട്ടിട്ടാണ് വരുന്നത്. ഡിഫറൻ്റ് ആണ്. ഒരേപോലെ വ്യത്യാസം വരുവാണെങ്കിലേ ഒരു ശ്രേണി സമാന്തര ശ്രേണി ആവുകയുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അടുത്തത് ABC എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളാണെങ്കിൽ അതിലെ മധ്യത്തിലുള്ള നടുവിലുള്ള പദം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഇവിടെ പറയുന്നത്. B = A + C/2. ഇതിലിപ്പം നമുക്ക് എൻ്റെയും സിൻ്റെയും വാല്യൂ തരികയാണെങ്കിൽ നമുക്ക് B കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. A + C/2. ആ രണ്ട് സംഖ്യകൾ കൂട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക? 2 വെച്ചിട്ട് ഹരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എന്ന് പറയുന്നത് A ആണ്. അതേപോലെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് D യുമാണെങ്കിൽ രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം, അതേപോലെ nth പദം, n-ാം പദം വരെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ പദം എത്രയാണ്? A ആണ് എന്നാണ് പറയുന്നത്. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് D യുമാണെങ്കിൽ രണ്ടാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ പദത്തിനോട് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ആഡ് ചെയ്യാം. ഇനി മൂന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ പദത്തിനോട് 2 × D, അതായത് പൊതുവ്യത്യാസത്തിനെ നമ്മൾ എന്ത് വെച്ച് 2 വെച്ച് ഗുണിച്ചതിന് ശേഷം ആദ്യത്തെ പദം വെച്ചിട്ട് ആഡ് ചെയ്യാം. ഇനി അതിൻ്റെ ഒരു ജനറൽ ഫോം ആണ് നമ്മളോട് മൂന്നാമതായിട്ട് പറയുന്നത്. nth ആണെങ്കിലോ n-ാമത്തെ പദമാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. Tn. ഇത് നമുക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ Tക്ക് പകരം ഇവിടെ A ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ Xും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പോൾ അത് കൺഫ്യൂഷൻ ആയിട്ട് എടുക്കണ്ട. ഇവിടെ എന്താണ് ഇക്വേഷൻ? A + n - 1 × D. ഇതാണ് ഇക്വേഷൻ. ഇവിടെ n എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? ഇപ്പം നമ്മളോട് 4ാമത്തെ പദം ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എൻ്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുക്കുക, 4 ഇട്ട് കൊടുക്കുക. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ഒരു ശ്രേണിയിലെ, ആ ഒരു സമാന്തര ശ്രേണിയിലെ 4ാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇതിൽ നമ്മൾ രണ്ടാമത് പഠിക്കുന്ന ഇക്വേഷൻ ആണ് അല്ലേ. ആദ്യം നമ്മൾ ശ്രേണിയിലെ മധ്യഭാഗത്തിലെ നമ്പർ കണ്ടുപിടിക്കാൻ പഠിച്ചു. അതേപോലെ തന്നെ പിന്നീട് നമ്മൾ പഠിച്ചതാണ് Tn = A + n - 1 × D എന്ന് പറയുന്ന ഇക്വേഷൻ. അടുത്തത്
പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ, അതായത് n കണ്ടുപിടിക്കാൻ. നമ്മൾ a പറഞ്ഞു എന്താണ്, ആദ്യ പദമാണ് അല്ലേ. d എന്താണ്, പൊതുവ്യത്യാസമാണ്. n എന്ന് പറയുന്നത് എന്താണ്, പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഒരു ശ്രേണി ഞാൻ പറയാണ്, 2 4 6 8 ഇത് തന്നെ ആയിക്കോട്ടെ. ഇതിൽ എത്ര പദങ്ങളുണ്ട്, 4 എണ്ണം ഉണ്ട് അല്ലേ. ഇവിടെ n എത്രയാണ്, 4 ആണ്. അപ്പോൾ അതേപോലെ വലിയ ശ്രേണികൾ, വലിയ സമാന്തര ശ്രേണികൾ തരുമ്പോൾ n കണ്ടുപിടിക്കാൻ നമുക്ക് എഴുതി കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ എന്ത് ചെയ്യും, ഈ ഇക്വേഷൻ ഉപയോഗിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് അവസാന പദം. അവസാനത്തെ പദം എത്രയാണ് അത് എഴുതുക, അതിനുശേഷം ആദ്യ പദം അതിൽ നിന്ന് കുറയ്ക്കണം. അവസാന പദം മൈനസ് ആദ്യ പദം ഹരിക്കണം പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്, +1. ഇതും വിട്ടുപോകരുത്, +1. അപ്പോൾ ഇതൊന്ന് ജനറലായിട്ട് പറയുന്നത് Tn മൈനസ് a/d +1. ഇവിടെ Tn അവസാന പദമാണ്, a എന്ന് പറയുന്നത് ആദ്യത്തെ പദം, d എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ, ഇപ്പം ഇതേ ശ്രേണി തന്നെ വേറെ ഒന്ന് എടുത്താൽ, ഇപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യകളുടെ എണ്ണം എടുക്കാം. 1 3 5 7 ഇത് ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ് അല്ലേ. ഇതിൽ നമ്മളോട് ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ Sn = n/2 × 2a + n-1 × d. ഇവിടെ d എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു സമാന്തര ശ്രേണിയിൽ d 2 ആണ്. അതേപോലെ a എന്ന് പറയുന്നത് 1 ആണ്. n എത്ര പദങ്ങൾ വരെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതാണ് ഇവിടെ n എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 20ാമത്തെ പദം വരെയുള്ള സംഖ്യകളുടെ തുകയാണെങ്കിൽ n എന്ന് പറയുന്നത് എന്താകും, 20 ആയിട്ട് മാറും. അപ്പോൾ ഇതിപ്പോൾ ഒറ്റ സംഖ്യകളായതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ. ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എത്രയായിരുന്നു, Sn എന്ന് പറയുന്നത് n² ആണ്. ഇനി വേറെ സംഖ്യകൾ ഇപ്പം 1 4 7 ഈ ഒരു ശ്രേണി നോക്കിയാലോ. ഈ ഒരു ശ്രേണിയിൽ എന്താണ് a വരുന്നത്, a എന്ന് പറയുന്നത് 1 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 4 - 1 3, അല്ലെങ്കിൽ 7 - 4 3 ആണ് വരുന്നത്. പിന്നീട് നമ്മളോടൊപ്പം n എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 10 സംഖ്യകളുടെ, ആദ്യത്തെ 10 സംഖ്യകളുടെ തുക കാണാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ n എന്ന് പറയുന്നത് ഇവിടെ എന്താകും, 10 ആകും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് സമ്മ കണ്ടുപിടിക്കാൻ, തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷനാണ് Sn = n/2 × 2a + n-1 × d എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ മാറിപ്പോകാതെ തന്നെ പഠിക്കുക, n/2 × 2a + n-1 × d എന്ന് പറയുന്നത്. ഇവിടെ a എന്താണ്, n എന്താണ്, d എന്താണ്, ഇതൊന്നും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. അടുത്തത് പറയുന്നത് സമ്മ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ആദ്യ പദവും അവസാന പദവും തരുവാണെങ്കിൽ സമ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. എന്താണ്, n/2 × t1 + tn. ഇവിടെ n ആണ് കേട്ടോ. ഓക്കെ, t1 + tn. ഇവിടെ t1 എന്ന് പറയുന്നത് എന്താണ്, ആദ്യ പദമാണ്. tn എന്ന് പറയുന്നത് എന്താണ്, അവസാന പദമാണ്. അപ്പോൾ ഈ ആദ്യ പദവും അവസാന പദവും എത്ര പദങ്ങളുടെ തുകയാണ്, അതാണ് ഇവിടെ n എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ സമ്മ കണ്ടുപിടിക്കാം. നമ്മൾ തൊട്ടു മുൻപേ പഠിച്ച ഇക്വേഷനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് അല്ലേ. ഇവിടെ എന്ത് മാത്രം മതി, ആദ്യ പദവും അവസാന പദവും കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, തുക കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്തത് നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് 33, x, 45 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ എക്സിൻ്റെ വാല്യൂ എത്ര. വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് പഠിച്ചതാണ്. ഇവിടെ എക്സ് എന്താണ്, a b c അല്ലേ. എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നടുവിലെ ആ ഒരു ശ്രേണിയിലെ മധ്യഭാഗത്തിലുള്ള ഒരു സംഖ്യയാണ്. അപ്പം നമുക്ക് ഇക്വേഷൻ അറിയാം. ഇവിടെ b എന്ന് പറയുന്നത് എന്തായിരുന്നു, a + c/2 ആയിരുന്നു. ഇവിടെ എന്ത് വരും, 45 + 33/2 എന്ന് വരും. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 39 എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി 39 ആണ് ഉത്തരമെന്ന് പറയുന്നത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 39. 33, 39, 45 ഇതാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയാലോ. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എന്ന് പറയുന്നത് എത്രയാണ്, 9 ആണ്. പൊതുവ്യത്യാസം 3 ആണ്.
ഇതിൽ 3 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ പദം എത്രയാണ്, രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ പദം എത്രയാണ്, മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് 11ാമത്തെ പദം എത്രയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചതുള്ളൂ. അപ്പോൾ എളുപ്പമാണല്ലോ. ആദ്യം നമുക്ക് രണ്ടാമത്തെ പദം കണ്ടുപിടിക്കാൻ, അതായത് T2 കണ്ടുപിടിക്കാൻ. എന്തായിരുന്നു? A+D ആയിരുന്നു അല്ലേ? ആദ്യ പദമാണ് A എന്ന് പറയുന്നത്, അതായത് 9. D എന്ന് പറയുന്നത് പൊതുവ്യത്യാസം 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് ഉത്തരം കിട്ടും. അതായത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? 12 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ മൂന്നാം പദമാണ് ചോദിച്ചിട്ടുള്ളത്, രണ്ടാമത്, അതായത് T3. എന്തായിരുന്നു ഇക്വേഷൻ? A+2D അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 9 ആണ്, പ്ലസ് 2 × D പൊതുവ്യത്യാസം 3 അപ്പോൾ 9 + 6 എന്ന് വരും, 15 എന്ന് നമുക്ക് മൂന്നാമത്തെ പദം കിട്ടും. രണ്ടാമത്തെ പദം 12, മൂന്നാമത്തെ പദം 15. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? 11ാമത്തെ പദമാണ്, T11 ആണ്. ഇക്വേഷൻ അറിയാലോ, A+n-1 × D. ഇവിടെ A എന്ന് പറയുന്നത് ആദ്യത്തെ പദം, അതായത് 9 പ്ലസ് n എത്രയാണ്? 11. 11ാമത്തെ പദമാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 11 ആയിരിക്കും. -1 × D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 3 ആണ്. നമുക്ക് എളുപ്പമാണല്ലോ ചെയ്യാൻ. 9 + 10 × 3, 9 + 30, അതായത് ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 39 എന്ന് ഉത്തരം കിട്ടും. അപ്പം എന്താണ് ഉത്തരങ്ങൾ? 11ാമത്തെ പദം നമുക്ക് 39 എന്ന് കിട്ടി, മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് 15 എന്ന് കിട്ടി, രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് 12 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 3ന്റെ ഉത്തരം കിട്ടിയില്ലേ? ഇത് ഓപ്ഷൻ ഏതാണ് വരിക? 12, 15, 39. ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 7, 14, 21 എക്സെട്ര 196 എന്ന് തന്നിട്ടുണ്ട്. ഈ ശ്രേണിയിൽ എത്രാമത്തെ പദമാണ് 196 അല്ലേ? ഇതിനെന്ത് ചെയ്താൽ മതി? ഇതിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ പോരെ? ഇതിൽ എത്ര പദങ്ങളുണ്ട് അതിന് തന്നെ തുല്യമാണ് എന്ത്? 196 എത്രാമത്തെ പദമാണ് എന്ന് ചോദിക്കുന്നത്. എന്തായിരുന്നു ഇക്വേഷൻ? n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ പദം മൈനസ് ആദ്യത്തെ പദം ഹരിക്കണം കോമൺ ഡിഫറൻസ് +1. ഇതാണല്ലോ ഇക്വേഷൻ. ഇവിടെ അവസാനത്തെ പദം എത്രയാണ്? 196. ആദ്യത്തെ പദം 7 ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 7 ആണ് അല്ലേ? 7 +1. ഈ +1 വിട്ടു പോകരുത്. 196 മൈനസ് 7 ബൈ 7 എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണ്. അതിനോട് 1 ആഡ് ചെയ്യാം, +1. അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടി? 28 എന്ന് ഉത്തരം കിട്ടി. അതായത് ഓപ്ഷൻ എ 28 പദങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ 196 എന്ന് പറയുന്ന സംഖ്യ എത്രാമത്തെ പദമാണ്? 28ാമത്തെ പദം ആയിരിക്കും. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും PC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും പോയി ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഒരുപാട് സ്റ്റഡി പ്ലാനുകൾ ഓൺഗോയിങ് ആണ്. എന്നാൽ SCERT NCERT ചാപ്റ്റേഴ്സ് സിസ്റ്റമാറ്റിക് ആയി പഠിക്കാൻ വേണ്ടി SCERT ഗാല എന്ന് പറയുന്ന 69 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഫെബ്രുവരി 27-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം SCERT NCERT ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PCയിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് പല ചോദ്യങ്ങൾ വരുന്നത് SCERT ചാപ്റ്റേഴ്സിൽ നിന്നാണ്. ഈ ഒരു സ്റ്റഡി പ്ലാനിൽ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള മുഴുവൻ പാഠങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ഒരു 69 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് SCERT ചാപ്റ്റേഴ്സ് അതേപോലെ NCERT ചാപ്റ്റേഴ്സും കവർ ചെയ്യാനായിട്ട് സാധിക്കും. കൂടെ CPO വിമൻ CPO പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് 75 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഫെബ്രുവരി 22 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്റ്റഡി പ്ലാനുകൾക്കും അതേപോലെ നമ്മുടെ ഓൺഗോയിങ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾക്കൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ എല്ലാം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഈ സ്റ്റഡി പ്ലാനുകളിൽ എല്ലാം തന്നെ നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ തരും. അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട്. 6 മാസത്തേക്ക് 890 രൂപയാണ് വരുന്നത്. എന്നാൽ SCERT ഗാല എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസ് ആയിട്ടുള്ള 850 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം.
നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത് സമാന്തര ശ്രേണികളെ പറ്റിയാണ്, അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനെ പറ്റിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജിയോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമഗുണിത ശ്രേണികളെ പറ്റിയാണ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഒരു ശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള ഹരണഫലം തുല്യമായാൽ അതൊരു സമഗുണിത ശ്രേണിയായിരിക്കും. നമ്മൾ സമാന്തര ശ്രേണി എന്തായിരുന്നു പറഞ്ഞത്? വ്യത്യാസം തുല്യമാണെങ്കിൽ അല്ലേ? ഇവിടെ എന്താണ്? ഹരണഫലം തുല്യമാണെങ്കിൽ അതൊരു സമഗുണിത ശ്രേണിയായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. 2, 4, 8, 16 ഇതാണ് ശ്രേണി എന്ന് വിചാരിക്കുക. ഇതൊരു സമഗുണിത ശ്രേണിയാണോ? എന്ത് ചെയ്യണം? അടുത്തടുത്തുള്ള പദങ്ങൾ തമ്മിലുള്ള ഹരണഫലം തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ആദ്യമുള്ളത് ഏതാണ്? 2ഉം 4ഉം ആണ്. 4 ഹരിക്കണം 2 എത്രയാണ്? 2 ആണ് അല്ലേ? ഇനി 8 ഹരിക്കണം 4 എത്രയാണ്? 2 ആണ്. 16 ഹരിക്കണം 8 എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഹരണഫലം എന്താണ്? തുല്യമാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഒരു സമഗുണിത ശ്രേണി ആയിരിക്കും, അല്ലെങ്കിൽ ജിയോമെട്രിക് പ്രോഗ്രഷൻ ആയിരിക്കും. രണ്ടാമത് പറഞ്ഞത് എന്താണ്? എ, ബി, സി എന്നിവ ഒരു സമഗുണിത ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ ബി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് എ ഇൻറ്റു സി ആയിരിക്കും. നമ്മൾ ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ പഠിച്ചത് എന്തായിരുന്നു? എ പ്ലസ് സി ബൈ 2 ആയിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് റൂട്ട് എ സി ആയിരിക്കും. ബി ഈക്വൽ ടു റൂട്ട് എ സി. എ ബി സി ഇതിൻ്റെ മധ്യഭാഗത്തുള്ള നടുവിലുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എയും സിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്ത് നോക്കിയാലോ. സമഗുണിത ശ്രേണിയിലെ, അതാണ് ഇവിടെ ജി പി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ജിയോമെട്രിക് പ്രോഗ്രഷൻ. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷന് എ പി എന്ന് പറയുന്ന പോലെ ഇത് ജി പി. ഓക്കെ, ഒന്നാം പദം എന്ന് പറയുന്നത് എയും പൊതുഗുണിതം എന്ന് പറയുന്നത് 6ഉം ആയാൽ രണ്ടാം പദം, മൂന്നാം പദം, എന്നാം പദം ഇത്രയും പദങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സമഗുണിത ശ്രേണിയിലെ ഒന്നാമത്തെ പദം എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പൊതുഗുണിതം 6 ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. എന്താണ്? എ ഇൻറ്റു ആർ. ആ ഒന്നാം പദത്തിനോട് നമ്മൾ എന്ത് ചെയ്യുക? പൊതുഗുണിതം ഗുണിക്കുക. ഓക്കെ, മൂന്നാം പദം കണ്ടുപിടിക്കാനോ T3 ആണ്. എ ആർ സ്ക്വയർ അല്ലേ? ആർ എന്ത് ചെയ്തു? വീണ്ടും ഗുണിച്ചു. 6 ഇൻറ്റു 6 ചെയ്തു. എ ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എന്നാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഏത് ചോദ്യവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്നാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എ ആർ റേസ് ടു എൻ മൈനസ് 1. എത്രാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്? അതാണ് ഇവിടെ എൻ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ആദ്യപദം, ആർ എന്ന് പറയുന്നത് എന്താണ്? പൊതുഗുണിതമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്താണ്? എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ ബൈ 1 മൈനസ് ആർ. ഇവിടെ എൻ എന്താണ്, ആർ എന്താണ്, അതേപോലെ എ എന്താണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ഈ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ പദങ്ങളുടെ തുക കണ്ടുപിടിച്ചില്ല, അതേപോലെ ജിയോമെട്രിക് പ്രോഗ്രഷനിൽ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഡിഫറെൻ്റ് ആണ്. എസ് എൻ ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ ബൈ 1 മൈനസ് ആർ. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒന്നും മാറിപ്പോകാതെ തന്നെ കൃത്യമായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം 6, 12, 24, 48 എന്നിവ ഒരു ജി പിയിലെ പദങ്ങളായാൽ 7ആം പദം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ജി പി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയും ആറും ഒക്കെ കണ്ടുപിടിക്കാം. എ എന്താണ്? ആദ്യത്തെ പദമാണ് അല്ലേ? എ എത്രയാണ് ഇവിടെ? 6 ആണ്. ഇനി ആർ എത്രയാണ്? പൊതുഗുണിതം എത്രയാണ്? 12/6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ആർ എന്താണ്? 2 ആണ്. എ എന്താണ്? 6 ആണ്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. 7ആം പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് T7 ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1. ഇതാണ് ഇക്വേഷൻ. എ എന്ന് പറയുന്നത് 6 ആണ്. ഇൻറ്റു ആർ എന്ന് പറയുന്നത് 2 ആണ്. 2 റൈസ് ടു എൻ മൈനസ് 1. അതായത് 7 മൈനസ് 1 6 ഇൻറ്റു 2 റൈസ് ടു 6 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 384 എന്നാണ്. ഓപ്ഷൻ സി 384 ആണ് ഉത്തരം. ഈ ഒരു ശ്രേണിയിലെ, ഈ ഒരു ജിയോമെട്രിക് പ്രോഗ്രഷനിലെ 7ആമത്തെ പദം എന്ന് പറയുന്നത് എത്രയാണ്? 384. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3
എക്സ് 12 എന്നിവ ഒരു ജി പിയിലെ തുടർച്ചയായ 3 പദങ്ങളാകുകയാണെങ്കിൽ എക്സിന്റെ വില എത്ര? ഇവിടെ എക്സ് എത്രാമത്തെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്? നടുഭാഗത്തിലല്ലേ, മധ്യഭാഗത്തിലെ സംഖ്യയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ എ ബി സി എന്നിവ ഒരു ജി പിയിലെ തുടർച്ചയായ 3 പദങ്ങളാണെങ്കിൽ ബി എന്ന് പറയുന്നത് എത്രയായിരുന്നു? ബി എന്ന് പറയുന്നത് റൂട്ട് എ സി ആയിരുന്നു. ഇവിടെ ബിന്റെ സ്ഥാനത്താണ് എക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് റൂട്ട് 3 × 12 ആയിരിക്കും. 3 × 12 റൂട്ട് 3 × 12 36 ആണ്. റൂട്ട് 36 എത്രയാണ്? 6 ആണ് അല്ലേ. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. അപ്പോൾ ആ ശ്രേണി എങ്ങനെയാണെന്ന് മാറ്റി എഴുതുക? 3 6 12. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. 2 4 8 16 എക്സെട്ര 1024 എന്ന ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 24, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 10. ഇവിടെ ശ്രേണി എന്ന് പറയുന്നത് 2 4 8 16 എക്സെട്ര 1024 ആണ് അല്ലേ. ഇതിൽ എത്ര പദങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി? 1024 എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിച്ചാലും പോരെ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടെ ആർ എത്രയാണ് വരുന്നത്? അതായത് പൊതുഗുണിതം എത്രയാണ് വരുന്നത്? നിങ്ങൾ അറിയാവുന്നവർ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ തനിയെ ഒന്ന് ചെയ്ത് നോക്കിയാലും മതിയാകും. ആർ എത്രയാണ് വരുന്നത്? 4/2, അതായത് 2 ആണ് വരുന്നത്. ആദ്യ പദം എത്രയാണ്? a = 2 ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി നമുക്ക് ഇക്വേഷനിൽ ഇട്ട് ചെയ്ത് നോക്കാം. Tn = AR⁻n−1. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ 1024 എത്രാമത്തെ പദമാണ് എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n ബാക്കി രണ്ട് നമുക്കറിയാം അല്ലേ. Tn = 1024 ആണ്. ഇതിൽ a എന്ന് പറയുന്നത് എന്താണ്? ആദ്യ പദം, അതായത് 2 × r എന്ന് പറയുന്നത് 2 ആണ്. n−1 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? കൃത്യക നിയമങ്ങളിൽ നമ്മൾ പഠിച്ച ഒരു ലോ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. 2⁻1 × 2⁻n−1 എന്താണ്? 2⁻1 + n−1. ഇവിടെ 1 - 1 പോയി, ബാക്കിയുള്ളത് 2⁻n ആണ്. അതായത് 2⁻n = 1024. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 1024നെ 2ന്റെ പവർ ആക്കിയിട്ട് മാറ്റി എഴുതാൻ സാധിക്കുമെന്ന് നോക്കണം. 1024നെ 2ന്റെ പവർ ആയിട്ട് മാറ്റി എഴുതുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 2⁻10 എന്ന് മാറ്റി എഴുതാം. അതായത് 2⁻10 എന്ന് പറയുന്നത് എന്താണ്? 2⁻n ആണ്. നമ്മൾ കൃത്യക നിയമങ്ങൾ പഠിച്ചായിരുന്നു. a⁻m = a⁻n ആണെങ്കിൽ m = n ആയിരിക്കും. അതേപോലെ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ n = എത്രയാണ്? 10 ആണ്. ഓപ്ഷൻ ഡി 10 ആണ് ഉത്തരം. ഇവിടെ എത്ര പദങ്ങളുണ്ട്? 10 പദങ്ങളുണ്ട്. ഇതിൽ 1024 എന്ന് പറയുന്നത് എന്താണ്? 10ാമത്തെ പദം ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്കാണ് സമാന്തര ശ്രേണികൾ, അതേപോലെ സമഗുണിത ശ്രേണികൾ. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നല്ല തറവായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു SCERT ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളുടെ ഉത്തരവും അതേപോലെ വീഡിയോയും ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.